ഇപ്പോഴത്തെ ഒരു സിനാറിയോയില് ഒരു സിനിമ ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റിയ ഒരു കൂട്ടരാണ് റിവ്യൂവേഴ്സ്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു സിനിമയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ റിവ്യൂവേഴ്സ്, ക്രിട്ടിക്സ് ഒക്കെയാണോ, അതോ പ്രേക്ഷകരുടെ മനസ്സും അവരുടെ ഇൻട്രസ്റ്റ് ആണോ? ഞാൻ പറഞ്ഞു വരുന്നത് അശ്വന്ത് കോക്ക് എന്ന പ്രമുഖ റിവ്യൂവറിനെതിരെ ഉണ്ടായ ഒരു ലേറ്റസ്റ്റ് ആലിഗേഷൻ ആണ്. അന്തം അട്ടഹാസം എന്ന സിനിമയുടെ ക്രൂ ഉന്നയിച്ച ഒരു ആരോപണം. അശ്വന്ത് കോക്ക് 1 ലക്ഷം പണം വാങ്ങിയാണ് റിവ്യൂ ഇടുന്നത്. ആ പണം കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടും. ഇങ്ങനത്തെ ഒരു ആരോപണമാണ് ഇപ്പോൾ പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ആരോപണം അത് വളരെ ഗൗരവമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അത് ആ ഒരു വ്യക്തിയുടെ ജീവിതം, പേര് എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു ആരോപണമാണ്. അപ്പൊ അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് തെളിവുണ്ടോന്നാണ്. തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വിടുക. ചാറ്റുകൾ ഉണ്ടെങ്കിൽ പുറത്തു വിടുക, റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കാണിക്കുക. പിന്നീട് കോടതിയിലോട്ട് അല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ബിക്കോസ് ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോടതിയും ആരും അയാളെ സംരക്ഷിക്കില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടാണ് നിങ്ങളൊരു ബേസ്ലെസ് ആയിട്ട് ഇങ്ങനെ അലിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയല്ല. അതും ഇത്രയും വലിയൊരു പ്രസ് മീറ്റിലും ചാനൽസിലൊക്കെ തുറന്ന് പറയാണ്, ഒരു തെളിവില്ലാണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അതൊട്ടും ശരിയാകാത്ത കാര്യം. ബിക്കോസ് നമ്മൾ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സത്യം അറിയണ മുന്നേ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇരുന്ന് ആക്രമിക്കും. എല്ലായിടത്തു നിന്ന് ഒരു ആക്രമം വരും. അതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഒരു പ്രധാന കാര്യം, ഒരു സിനിമ റിവ്യൂവർ, ഒരു വലിയൊരു സിനിമ റിവ്യൂവർ ഒരു പടം മോശമാണെന്ന് പറഞ്ഞാൽ അത് മോശമാവണമെന്നില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ എൻ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ്, എൻ ഇൻഡിവിജ്വൽസ് ടേസ്റ്റ്. ശരിയാണ്, ഒരു കൂട്ടർ ഉണ്ടാവുമായിരിക്കും, ഒരു ചെറിയൊരു കൂട്ടർ ഉണ്ടാവുമായിരിക്കും ആ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം പടത്തിന് പോണോ വേണ്ടിയോ തീരുമാനിക്കുന്നവർ. പക്ഷെ ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. ആ ഒരു വലിയ വിഭാഗം ആൾക്കാർ ആ ഒരു സിനിമയിലെ പാട്ട് കണ്ടിട്ടോ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലോ, അതിലെ കാസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലോ, അതേപോലെ ഫ്രണ്ട്സിന്റെ റെക്കമെൻഡേഷൻ വഴിയോ സ്വന്തം ഇഷ്ടപ്രകാരം പോലും പോയി സിനിമ കാണുന്ന ഒരു വലിയൊരു കൂട്ടർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു റിവ്യൂവറുടെ തലയിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല. എനിക്ക് പോലും ഒരു പേഴ്സണൽ റിവ്യൂ ചാനലുണ്ട്. വലിയ വ്യൂസും വലിയ സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഈ റിവ്യൂ ചാനലിൽ ഇടും. അത് കണക്കാക്കുന്നതും അത് ഇഷ്ടപ്പെടുന്നതും അത് നോക്കുന്ന ആൾക്കൊരു കുറച്ച് പേരുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാ വ്യക്തികൾക്കും അവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ റിവ്യൂവേഴ്സ് ഒരു സിനിമ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാവണമെന്നില്ല. ബിക്കോസ് ഈ റിവ്യൂവേഴ്സ് തന്നെ, ഇപ്പൊ അശ്വന്ത് കോക്ക് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ ഒരു പടം, അശ്വന്ത് കോക്കൊക്കെ എത്ര പടങ്ങൾ പൊട്ടയെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ പടങ്ങളൊക്കെ എന്ത് ഗംഭീര ഹിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്ന വ്യക്തികൾ ഒരു പടം മോശമാണെന്ന് പറഞ്ഞാൽ അത് മോശമാവണമെന്നില്ല, അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് വലിയ നല്ലതാവാനും പോകുന്നില്ല. എല്ലാം അവസാനിപ്പിക്കുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ്. അവര് തീരുമാനിക്കും ഇൻ ദി എൻഡ് ഈ സിനിമ ഹിറ്റ് ആവോ അതോ ഫ്ലോപ്പ് ആവോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും റിവ്യൂറിന്റെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇനി മാധവ് സുരേഷ് പറഞ്ഞ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. മാധവ് സുരേഷ് പറഞ്ഞത്, സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ പേഴ്സണൽ അജണ്ട, പൊളിറ്റിക്സ്, ഇതെല്ലാം കാരണമാണ് മാധവിന്റെ പടങ്ങൾക്ക് ഇത്രയും മോശം നെഗറ്റീവ് റിവ്യൂസ് വരുന്നതും അതേപോലെ എല്ലാവരും മോശം പറയണമെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണോ കാരണം? നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് ആലോചിച്ചിട്ടാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല കാര്യം. ഞാൻ നിങ്ങളുടെ 2 സിനിമയും കണ്ടു. നിങ്ങളുടെ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജാൻകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതേപോലെ കുമ്മാട്ടിക്കളി. ഈ 2 സിനിമ ഞാൻ കണ്ടിട്ടുള്ള ഒരാളെന്ന് വെച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു വളരെ മോശം നടനാണ്. അതല്ലാണ്ട് ആർക്കും നിങ്ങളോട് ഒരു രീതിയിലുള്ള വ്യക്തിപരമായ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ തിരിച്ചു പോവുക, അഭിനയം പഠിക്കുക. അഭിനയം പഠിച്ച് നിങ്ങളൊരു ഗംഭീര പ്രകടനം എപ്പോഴേലും കാഴ്ചവെച്ചുണ്ടല്ലോ, നിങ്ങൾ ഈ ട്രോള് ചെയ്യുന്നവരെ തന്നെ നിങ്ങൾ ഇങ്ങനെ തലയിൽ പൊക്കി വെക്കും. അതാണ് കേരളത്തിന്റെ ഒരു സംസ്കാരം. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഫഹദ് ഫാസിൽ ആദ്യത്തെ പടത്തില് അന്ന് അഭിനയിച്ച് എല്ലാവരും ട്രോളി തിരിച്ച് ആഴ്ച വരെ നടന്നായിരുന്നു. പക്ഷെ അങ്ങേര് ഒരു പ്രേക്ഷകനെ പോലും കുറ്റപ്പെടുത്തിയില്ല. എന്ത് തിരിച്ചു പോയി, അഭിനയം പഠിച്ചു, തിരിച്ചു വന്ന ഒരു കീട്ടുകാച്ചി കംബാക്കാണ് നടത്തിയത്.
പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫഹദ് ഫാസിൽ എന്ന നടനെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ കൺട്രി എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അഭിനയം പഠിക്കൂ, എക്സ്പ്രഷൻസ് മെച്ചപ്പെടുത്തൂ, ഇമോഷൻസ് ബെറ്റർ ആക്കൂ, ആൻഡ് തിരിച്ചു വരിക. ഈ പ്രേക്ഷകരെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സമയം കളയല്ലേ. നിങ്ങൾ തിരിച്ചു വന്ന് ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് നടത്തിയാൽ മതി. എല്ലാവരും നിങ്ങളെ മനസ്സിലാകും, നിങ്ങളുടെ കണക്റ്റ് ആകും. വെറുതെ ആൾക്കാരുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അല്ലാണ്ട് നിങ്ങളുടെ ചേട്ടൻ ഗൂഗിൾ സുരേഷൻ ആരെങ്കിലും എന്തെങ്കിലും പറയണം, ആരും ഒന്നും പറയില്ല. ബിക്കോസ് ഈസ് എ ഡീസൻ്റ് ആക്ടർ. അത് എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപ്പെടുത്തുന്ന സമയം നിങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കൂ. ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ, പ്രേക്ഷകരെ വിശ്വസിക്കും. സിനിമയ്ക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല, നല്ല സിനിമകളും നല്ല പ്രകടനങ്ങളും അതേപോലെ ആരോഗ്യകരമായ വിമർശനങ്ങളുമാണ്.